ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മാഷ് കമലയുടെ അടുത്ത് നിന്ന് എണീക്കുന്നതാണ്. എന്നിട്ട് കമലയെ നോക്കി പറയും, നീ അവിടെ തന്നെ കിടന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ എണീറ്റിട്ട് ഇപ്പം എന്താ കാര്യം? ഇന്നലെ കുറേ കരഞ്ഞോ ഉറങ്ങിയതുകൊണ്ട് കണ്ടില്ലേ ശ്വാസം മുട്ടൽ വന്നത്, അതൊക്കെ നിർത്തണം കമല എന്നും പറഞ്ഞ് ആ ജനാലകളൊക്കെ ഇങ്ങനെ തുറക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ഞാൻ ഒരുപാട് നേരം ഉറങ്ങാതിരുന്നു. നീ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? നമ്മൾ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഒരാളെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ? അങ്ങനെയൊന്നും നടക്കത്തില്ല കമല. ഈ ലോകത്തുനിന്ന് ഭാര്യമാരാണ് ആദ്യം പോകുന്നതെങ്കിൽ ആ ഭർത്താക്കന്മാരെ പിന്നെ ഒന്നിനും കൊള്ളൂല. പക്ഷെ ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരങ്ങനെയല്ല കേട്ടോ. അവര് മക്കളോടുമായിട്ട് പൊരുത്തപ്പെട്ട് പിന്നെയും ജീവിക്കും. ഈ ലോകത്ത് അങ്ങനെയാണ് നടക്കേണ്ടത്. ആദ്യം ഭർത്താക്കന്മാരാണ് മരിക്കേണ്ടത്. അല്ലെങ്കിലും മരണത്തെ ഭയമുള്ളവർ പിന്നെയും ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കും. അല്ല എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അതിപ്പം നടക്കും അപ്പം നടക്കും എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരായിരിക്കും നാളെ ഡിം എന്ന് പറഞ്ഞു പോകുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കും കമല. ഞാനായിരിക്കും നിന്നെക്കാൾ മുന്നേ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അന്നേരം കമല ഇങ്ങനെ കിടന്നുറങ്ങുക തന്നെയാട്ടോ. നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ കിടക്ക്, ഞാനേ ഒരു കപ്പ് കാപ്പിയായിട്ട് വരാന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി കാപ്പി എടുത്ത് വരികയാണ്. അന്നേരം കമലയെ അവിടെ ഒന്നും കാണുന്നില്ലേ. ഇവളിതെവിടെ പോയി എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോഴേക്കും മറ്റൊരു റൂമിൽ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ, ഫിക്സ് വന്നിട്ട്. അപ്പോഴേക്കും നമ്മുടെ മാഷ് പോയിട്ട് കമലയെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. മാഷാണെങ്കിൽ വിശ്വത്തെ മാത്രമാണ് വിവരം അറിയിക്കുന്നത്. കമലയെ അങ്ങനെ ICUവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും നമ്മുടെ മാഷാകെ തകർന്നു പോയിട്ടുണ്ടാവും. അവിടെ വന്നിരിക്കുകയാണ്. അന്നേരമായിരിക്കും വിശ്വവും ശ്രീജയും കൂടെ ചെല്ലുന്നത്. അച്ഛാ, അമ്മയ്ക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ മാഷ ഇങ്ങനെ തരുത്തിരിക്കുകയാണ് കേട്ടോ. അച്ഛാ എന്ന് വിളിക്കുമ്പോഴേക്കും മാഷ അങ്ങ് കരഞ്ഞു പോവാണേ, അമ്മ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിശ്വം പോയിട്ട് അച്ഛനുള്ള ചായ വാങ്ങിയിട്ട് വരും. ശ്രീജയാണെങ്കിൽ മരുന്ന് മേടിക്കാനുള്ള ചീട്ടുമായിട്ട് പുറത്തേക്ക് പോവാണ്. അന്നേരം വിശ്വം ചോദിക്കും, ഇതെന്താ ഇത് ഞാൻ വാങ്ങിച്ചോളാം, നീ അച്ഛനുള്ള ചായ കൊടുത്തിട്ട് വന്നേ. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, വിശ്വട്ടാ വിനായകനെ അറിയിക്കേണ്ടേന്ന്. അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ അച്ഛനോട് ചോദിച്ചിട്ട് വേണോ പറയാൻ വേണ്ടിയിട്ട്? വിനായകന്റെ അമ്മ കൂടിയല്ലേ അകത്ത് കിടക്കുന്നതെന്ന്. ശരി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വിശ്വ അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ ഒരു ഓട്ടോ പിടിച്ച് വരുന്നതാട്ടോ. വിനായകനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലാണ് കേട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ നന്ദിനി ചോദിക്കും, ദേ മനുഷ്യ, നിങ്ങൾ എങ്ങോട്ടാ ഇത്ര തിടുക്കപ്പെട്ടിട്ട്? ആശുപത്രിയിലോട്ട്. അമ്മ ഹോസ്പിറ്റലായ വിവരം നിങ്ങളെ വിളിച്ച് ആരെങ്കിലും പറഞ്ഞോന്ന്? വിളിച്ചു പറയാതെ ഞാൻ എങ്ങനെയാടി അറിയുന്നത്? അതല്ല, അച്ഛൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. അച്ഛന് വിശ്വേട്ടനെ അറിയിക്കാമെങ്കിൽ നിങ്ങളെയും അറിയിക്കായിരുന്നല്ലോ. പറയുമ്പോൾ വിനായകൻ പറയും, ഒരാളെ അറിയിച്ചാ പോരേന്ന്. പോരാ, നിങ്ങളെ വേറിട്ട് കാണുന്നോണ്ടാ ഇങ്ങനെയൊക്കെ. ഒന്ന് പോടി അവിടുന്ന് പറയുമ്പോൾ, ഒളിച്ചോടി പോയ വേദയുടെ അഡ്രസ്സ് ഉണ്ടെങ്കിലേ അച്ഛനിപ്പോ അവളെയും അറിയിച്ചായിരുന്നു. എന്താ നീ പറഞ്ഞേ? ഒളിച്ചോടി പോയെന്നോ? പെട്ടിയും പ്രമാണം എടുത്ത് മറ്റൊരു സ്ഥലത്ത് പോയി ആരും അറിയാതെ ജീവിക്കുന്നവളല്ലേ അവൾ. അതിന് ഒരു കണക്കിന് ഒളിച്ചോട്ടം തന്നെയാ പറയാന്ന് പറയുമ്പോൾ, പക്ഷേ എന്റെ പറച്ചിലിനെ മറ്റൊരു ധ്വനി ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ആയാലും കുഴപ്പമില്ല വിനയേട്ടാ, അവളെ പിന്നീട് ഒരിക്കൽ വരുമ്പോ മറ്റൊരുത്തനും കുട്ടിയോടും കൂടിയാണോ വരുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. നമ്മുടെ വീട്ടിൽ അവള് വന്നത് എന്തിനാ? വിക്രത്തെ പ്രതികാരം വീട്ടി അകത്താക്കാനല്ലേ? അത് അവൾ സാധിച്ചിട്ടല്ലേ പോയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിനായകൻ ചോദിക്കും, വിക്രത്തെ അകത്താക്കാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ സ്വന്തം അമ്മാവനെ കൊന്നു അല്ലേ? എടി, നിന്റെ മനസ്സ് എന്തൊരു ദുഷ്ടത്തിയടി. നീ മിണ്ടിയാലുണ്ടല്ലോ, മിണ്ടാത്ത എൻ്റെ പിറകെ വന്നോ എന്ന് പറഞ്ഞ് അങ്ങ് പോവാട്ടോ വിനായകൻ. അങ്ങനെ അവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കയറുമ്പോൾ തന്നെ വിനായകൻ വിശ്വത്തോട് ചോദിക്കും, എങ്ങനെയാ പെട്ടെന്ന് ഫിക്സ് വന്നേന്ന്? അത്രയ്ക്ക് സങ്കടം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയാട്ടോ വിശ്വം. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി കയറി പറയും, എത്രയോ ചെറുപ്പത്തിൽ വിക്രം പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് ഫിക്സ് വന്നിട്ടില്ലല്ലോ എന്ന്. നമ്മുടെ കുടുംബം ചിന്നിച്ചിത്രാൻ കാരണം വേദയാന്ന് പറയുമ്പോഴേക്കും ശ്രീജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കും. ശ്രീജ പറയും, വേദ എത്രയോ നാൾ മുന്നേ ഇവിടുന്ന് പോയതല്ലേ, പിന്നെ എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെ പറയുന്നേന്ന്? ഈ കുടുംബം ചിന്നിച്ചിത്രാൻ കാരണം അവളായതുകൊണ്ട് അതിനിപ്പോ ഞങ്ങളും വേറെ അല്ലേ താമസിക്കുന്നതെന്ന് ശ്രീജ ചോദിക്കുകയാണ്. ഓ പിന്നെ വീട് ലേലത്തിന് വെച്ചപ്പോ കടം വീട്ടിയ തുകയിൽ നിന്ന് ബാക്കി വന്ന തുകയിൽ നിന്ന് വലിയൊരു ഓഹരി നിങ്ങൾക്കല്ലേ തന്നത്. അതുകൊണ്ടിപ്പോ ഒരു ബിസിനസ് ആയല്ലോ. വിനയേട്ടനെ ഒരു സ്ഥലക്കച്ചവടത്തിന് പോവാൻ ഒരുങ്ങിയതാ. അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ടും വിനയേട്ടൻ എന്നോട് ചോദിച്ചതാ നാളെ പോയാൽ മതിയോന്ന്. ഞാനാ പറഞ്ഞത് സ്ഥലമല്ല വലുത്, അമ്മയാണെന്ന്. എന്നിട്ട് ഞാനാ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നേ. അങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മുടെ വിനായകന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, അങ്ങനെ തന്നെയാണ്, അവളാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയുന്നു. എനിക്ക് മറ്റുള്ളവരെ പോലെ ഉള്ളിലൊന്ന് വെച്ച് പുറമേ മറ്റുള്ളവരോട് വേറെ പെരുമാറുന്നൊന്നും എനിക്കറിയത്തില്ല. വെട്ടിമുറിച്ച് പറയുന്നേ ഉള്ളൂ. ഈ നന്ദിനിയുടെ ഉള്ളിലും എല്ലാവരോടും സ്നേഹ എന്ന് പറയാണ്. അന്നേരം ഒരു സിസ്റ്റർ വന്നിട്ട്
കമലയുടെ ബൈസ്റ്റാൻഡർ ആരാന്ന് ചോദിക്കും. അപ്പോഴേക്കും നന്ദിനി അങ്ങ് കരയാൻ തുടങ്ങും കേട്ടോ. അയ്യോ അമ്മയ്ക്കിത് എന്ത് പറ്റി എന്നൊക്കെ. അപ്പോൾ സുധാകര മാഷില്ലേന്ന് ചോദിക്കുമ്പോൾ അയാൾ അകത്തേക്ക് പോവാണേ. അന്നേരം നന്ദിനി അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, വെളിവും വെള്ളിയാഴ്ചയുള്ളപ്പോൾ ഒന്ന് വന്ന് കാണണം എന്ന് വിചാരിച്ചാ അതിനി നടക്കുമോ എന്തോ എന്ന് പറയുമ്പോഴേക്കും വിനായക അടുത്ത് വന്നിട്ട് പറയും, മിണ്ടാതിരുന്നു അവിടെന്ന്. അങ്ങനെ നമ്മുടെ സുധാകരൻ മാഷ് ICUലേക്ക് കയറി പോകുന്നുണ്ടല്ലോ. അവിടെ വെച്ചിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ആൾക്ക് BP ഒക്കെ വളരെ താന്നിട്ടാണ്, അതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റിയേ തീരുള്ളൂ, ബോഡിയൊക്കെ ഭയങ്കര വീക്കാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ സുധാകരൻ മാഷ് പറയും, എന്ത് വേണമെങ്കിലും ചെയ്തോ, കമലയെ പഴയതുപോലെ എനിക്ക് തിരിച്ചു തന്നാൽ മതി പറയും. ഞങ്ങൾ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ ഭാഗമാണ്. വേദ ഉറങ്ങുമായിരിക്കും. അന്നേരം തരുണിന്റെ അമ്മ വേദയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അന്നേരം രാധികയെ നോക്കൂട്ടോ. രാധികയുടെ ബെഡിൽ രാധിക ഉണ്ടാവില്ല. രാധിക എവിടെയെന്ന് ചോദിക്കും. അവൾക്ക് പുലർച്ചെ പെയിൻ വന്നിട്ട് ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട്, കുറച്ച് BP താന്നിരിക്കാം. അപ്പോഴാ ഓർത്തെ മോളിവിടെ തനിച്ചാണല്ലോ എന്ന്, അതുകൊണ്ട് അമ്മ വന്ന് നോക്കിയെന്ന് പറയും. അന്നേരം നമ്മുടെ വേദ പറയും, എനിക്കൊരു കുഴപ്പമില്ല, അമ്മ പൊക്കോന്ന്. വേണ്ട മോളെ, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവൻ്റെ സങ്കടം കാണുമ്പോൾ എനിക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങ് പോന്നതെന്ന് പറയുന്നു. അന്നേരം വേദ ചോദിക്കും, രാധിക ഒരു അനാഥാലയത്തിൽ നിന്ന് എടുത്താണല്ലേന്ന്. അത് മോളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ നിന്ന് കേട്ടതാന്ന് പറയും. ചെറുപ്പത്തിലൊരു കലാപത്ത് എല്ലാവരും നഷ്ടപ്പെട്ടാണല്ലേ. അതെ മോളെ, അങ്ങനെ ഒരു കുട്ടിയാണ് അവൻ കല്യാണം കഴിക്കാൻ പോണതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. അവൾ ഞങ്ങളെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളും ശരിക്കും ആ മോളിലേക്ക് പോകേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ അവൾ എത്ര സന്തോഷത്തോടെ ഇവിടെ ഇരിക്കേണ്ടവളായിരുന്നെന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറയും, രാധികയ്ക്ക് ഡെലിവറി കഴിയുമ്പോഴേക്കും എല്ലാം പഴയതുപോലെ ആവുന്നത്. അന്നേരം ആ അമ്മയും പറയുന്നുണ്ട് കേട്ടോ, മോള് പറയുമ്പോൾ എനിക്കും അത് തോന്നാതിരിക്കുന്നില്ലാന്ന്. അപ്പോഴേക്കും തരുണ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, രാധികയ്ക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആണെന്ന്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ആ അമ്മ പോകുവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ തരുണും അമ്മയും കൂടെ ചെല്ലുമ്പോൾ BP ഭയങ്കര ഡൗൺ ആണ്, ബോഡിയും വീക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഒന്നുകിൽ രാധിക അല്ലെങ്കിൽ കുഞ്ഞ്. ഇപ്പോൾ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ, ഇനി നേരം വൈകിയാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയാണ്. അത് കേട്ടിട്ട് തരുണാണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ. എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല, അവളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന സന്തോഷത്തിലാണ്, പക്ഷേ എനിക്ക് അവളെ വേണം ഡോക്ടർ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയോട് ആ സിസ്റ്റർ ഉണ്ടല്ലോ, അരുണ സിസ്റ്റർ, അവർ വന്നിട്ട് പറയാണ് കേട്ടോ, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്. അന്നേരം നമ്മുടെ വേദയാണെങ്കിൽ എനിക്ക് അവരൊന്ന് പോയി കാണാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ അവസ്ഥയില്ല എന്ന് ചോദിക്കുകയാണ്. എന്നെ ആ അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് നോക്കിയിരുന്നത്. അധികം ലേബർ റൂമിലാണെങ്കിൽ പോലും ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പോയതേ ഉള്ളൂ, എനിക്കവരെ കാണാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു ഷോളൊക്കെ മേലിട്ടിട്ട് പോവാണ്. അന്നേരം ആണെങ്കിൽ പുറത്ത് വേദയെ തെരഞ്ഞ് കുറെ ഗുണ്ടകൾ വരുന്നുണ്ട്. വേദ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ പെട്ടെന്ന് കാണുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.